ക്രിസ്തുമതം പറയുന്നു ഞങ്ങളുടെ പക്കൽ മാത്രമേ സത്യമുള്ളൂ എന്ന്. ഇസ്ലാം പറയുന്നു അല്ല, ഇതാണ് ഏക സത്യം എന്ന്. ഇവ രണ്ടും ഇന്ത്യയെ താഴ്ത്തിക്കെട്ടുന്നു. ലോകം ഇന്ത്യയെക്കുറിച്ച് ഒന്നും അറിയരുതെന്ന് അവരാഗ്രഹിക്കുന്നു. ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ്. ഇവിടെ ദൈവങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നവർ വന്നപ്പോൾ പോലും അവർക്ക് കൽപ്പനകൾ നൽകാൻ കഴിഞ്ഞില്ല. കാരണം ഇന്ത്യക്കാർ ചോദ്യങ്ങൾ ചോദിക്കുന്നവരാണ്. ഇതെന്നും അന്വേഷികളുടെ നാടായിരുന്നു. എന്നാൽ ലോകത്തിന്റെ ചില ഭാഗങ്ങൾ കൽപ്പനകൾക്ക് പിന്നാലെ പോയി. ഇതാണ് സത്യം, നിങ്ങൾ അതല്ല സത്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കഥ കഴിഞ്ഞു. അത് വളരെ ഫലപ്രദമായ ഒരു രീതിയാണ്. ഒരു ചോദ്യത്തെ നേരിടാൻ രണ്ട് വഴികളുണ്ട്. ഒന്നുകിൽ ആ ചോദ്യത്തിന് മറുപടി നൽകുക, അല്ലെങ്കിൽ ചോദ്യം ചോദിച്ചവനെ കൊന്നുകളയുക. നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം നൽകിയാൽ നിങ്ങൾ അടുത്ത ചോദ്യവുമായി വരും. എന്നാൽ ഞാൻ നിങ്ങളെ തന്നെ ഇല്ലാതാക്കിയാൽ പിന്നെ ചോദ്യമേയില്ല. അതുകൊണ്ട് അവർ ആ രണ്ടാമത്തെ രീതി തിരഞ്ഞെടുത്തു. ആര് ചോദ്യം ചോദിച്ചാലും അവരെ കൊന്നുകളയും. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാൻ സമൂഹം മൊത്തം ഭയപ്പെട്ടു. നോക്കൂ, യൂറോപ്പിലെയും മിഡിൽ ഈസ്റ്റിലെയും സീക്രട്ട് സ്കൂളുകളെക്കുറിച്ച് ആളുകൾ വളരെ അഭിമാനത്തോടെ സംസാരിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് സ്കൂളുകൾ രഹസ്യമാകുന്നത്? കാരണം പുറത്തറിഞ്ഞാൽ കൊല്ലപ്പെടും. അതെ, ഇന്ത്യയിൽ ഒരിക്കലും സീക്രട്ട് സ്കൂളുകൾ ഉണ്ടായിരുന്നില്ല. ഇവിടെ പലതരത്തിലുള്ള കാര്യങ്ങൾ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഒരേ കാലഘട്ടത്തിൽ തന്നെ പല രീതിയിലുള്ള അന്വേഷണങ്ങൾ നടന്നിട്ടുണ്ട്. ആളുകൾ ഒരു കാര്യം തിരഞ്ഞു പോകുമ്പോൾ ചിലർ പറയും, ശരി, ഞങ്ങൾക്കത് ഇഷ്ടമല്ല. അവർ അതിൽ നിന്ന് വിട്ടുനിൽക്കും, അത്രമാത്രം. പക്ഷേ ആരെയും വേട്ടയാടിയിരുന്നില്ല. കാരണം നമ്മളിവിടെ വിശ്വാസത്തിൻ്റേതല്ല, മറിച്ച് അന്വേഷണത്തിൻ്റേതായ ഒരു സംസ്കാരമാണ് വളർത്തിയെടുത്തത്.